നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരവേ പാലക്കാട് എംഎൽഎക്ക് ശക്തമായ പിന്തുണയുമായി മുൻ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത്. കോൺഗ്രസിലെയും ലീഗിലെയും വലിയൊരു വിഭാഗം പ്രവർത്തകർ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് കെ സുധാകരൻ തുറന്ന പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഒരു മുതിർന്ന നേതാവ് ഇത്തരമൊരു നിലപാട് കൈക്കൊള്ളുന്നത് ഇത് ആദ്യമാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖയെ അവഗണിച്ചുകൊണ്ട് മണ്ഡലത്തിൽ രാഹുൽ സജീവമാകുമ്പോഴാണ് കെ സുധാകരനും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത്. രാഹുൽ തീർത്തും നിരപരാധിയാണെന്നും രാഹുലിനെ അപമാനിക്കാനുള്ള CPM BJP ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് സുധാകരന്റെ പക്ഷം. ചീത്ത പറയാനായി രാഹുലിനെ താൻ വിളിച്ചിരുന്നുവെന്നും രാഹുലിന്റെ മറുപടി കേട്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായെന്നും സുധാകരൻ വ്യക്തമാക്കി. രാഹുലിനെ കോൺഗ്രസിൽ സജീവമാക്കണം. ജനമനസ്സിൽ സ്ഥാനമുള്ളയാളാണ് രാഹുൽ. ആളുകൾക്ക് ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്വ കഴിവുള്ളയാളാണ്. അങ്ങനെ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും മറ്റുള്ളവർക്ക് മറ്റു അഭിപ്രായം ഉണ്ടാകും. രാഹുലിനൊപ്പം താൻ വേദി പങ്കിടുമെന്നും സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാഹുലിനെ അപമാനിക്കാനുള്ള CPM BJP ശ്രമമാണ് നടക്കുന്നത്. ഒരു സത്യാവസ്ഥയും അതിലില്ല. അവൻ തീർത്തും നിരപരാധിയാണ്. ഞാൻ അതൊക്കെ അന്വേഷിച്ചു. 2 ചീത്ത പറയാൻ വേണ്ടി അന്വേഷിച്ചത്. പക്ഷെ അവന്റെ മറുപടി എല്ലാം കേട്ടപ്പോൾ ഞാനാണ് തെറ്റെന്ന് എനിക്ക് തോന്നി. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവനെക്കുറിച്ച് തർക്കങ്ങളൊന്നുമില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും ഞങ്ങൾക്കത് പ്രശ്നവുമല്ല. രാഹുലിനെ സജീവമാക്കണം. അവൻ സജീവമായി വരണം. കഴിവും പ്രാപ്തിയുമുള്ളൊരു നേതാവാണ് അവൻ. ജനമനസ്സിൽ സ്ഥാനമുള്ളയാളാണ്. ആളുകൾക്ക് ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്വ കരുത്തുള്ളവനാണ്. അവനെ വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അവനെതിരായ ശബ്ദ സന്ദേശം ഞാൻ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല. പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ അതിനെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. അവനെ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റുള്ളവർക്ക് മറ്റ് അഭിപ്രായം ഉണ്ടാകും. രാഹുലിനൊപ്പം ഞാൻ വേദിയും പങ്കിടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്, പാർട്ടി വേദികളിൽ രാഹുലിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുമ്പോഴാണ് കെ സുധാകരൻ വേദി പങ്കിടുമെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ശക്തമായ നടപടിയാണ് പാർട്ടി എടുത്തത്. ആരോപണം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. പ്രചരണം നോക്കേണ്ടത് പാർട്ടി പ്രാദേശിക നേതാക്കന്മാരാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അയ്യപ്പന് സ്വർണം കെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തതെന്നും വേണുഗോപാൽ ചോദിച്ചു. വയനാട്ടിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിനെ പാർട്ടി നേരത്തെ സസ്പെൻഡ് ചെയ്തതാണെന്നും സസ്പെൻഡ് ചെയ്ത ഒരാളെ കുറിച്ച് എന്തിനാണ് മറുപടി പറയേണ്ടതെന്നും മാധ്യമങ്ങളോട് വേണുഗോപാൽ ചോദിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിനിരയായ യുവതി രേഖാമൂലം പരാതി നൽകിയാൽ മാത്രം മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. സ്ത്രീകളെ ശല്യം ചെയ്തതിന് സ്വമേധയെടുത്ത കേസിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തുവെങ്കിലും രാഹുലിനെതിരെ ഇതുവരെ യുവതി പരാതി ഉന്നയിച്ചിട്ടില്ല. പുതിയ ശബ്ദരേഖകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യുവതി പരാതിയുമായി എത്തുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യുവനടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത്. യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം ഗർഭചിത്രം നടത്തിയെന്ന ആരോപണമായിരുന്നു ഇതിൽ ഏറ്റവും ഗുരുതരം.